ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 9 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയും. എന്നാൽ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് പുരുഷാരം അവനോട് ചോദിച്ചു. അതിന് അവൻ 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ ഈ കാലഘട്ടത്തിൽ കേരളം പ്രകൃതിയുടെ ദുരിതം അനുഭവിച്ച് പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ട് മുഴുവൻ മുങ്ങിപ്പോയി. മറ്റുള്ളവരോടുള്ള സമീപനം എങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മൾ സ്വയം ശോധന ചെയ്യുവാനുള്ളൊരു സമയമാണ്. നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ, നമ്മളെ സ്നേഹിതർ, നമ്മളുടെ എതിരാളികൾ ഒക്കെ പ്രയാസമനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾക്കുള്ളത് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ഭവനം അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മൾക്കുള്ളത്, നമ്മുടെ ഭക്ഷണം അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? വളരെ കൃത്യമായി യോഹന്നാൻ സ്നാപകൻ്റെ വാക്കുകളാണിത്. നിങ്ങൾ 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങൾ അങ്ങനെ തന്നെ വിതരണം ചെയ്യട്ടെ. ഇത് പലപ്പോഴും നമ്മളൊക്കെ ഗവൺമെൻറ്റിനെ പഴിചാരുകയും മറ്റുള്ളവരുടെ തലമേൽ വയ്ക്കുകയും ചെയ്യുന്നതല്ല. നമ്മൾക്കിതിന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാകയാൽ ഏതെല്ലാം സംവിധാനങ്ങൾ നമുക്കുണ്ട്, ഏതെല്ലാം സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ദൈവം ഒരു ദേശത്തിൻ്റെ മേൽ അനുഗ്രഹം ചെയ്തില്ലെങ്കിൽ, ദൈവം ഒരു ദേശത്തിൻ്റെ മേൽ നന്മ ചെയ്തില്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോ ഒരു കണ്ടുപിടുത്തങ്ങൾക്കോ ഒന്നും സാധിക്കുകയില്ല. മഴയെ നിർത്തുവാൻ, മണ്ണിടിച്ച് നിർത്തുവാൻ പരിസ്ഥിതി ദൈവശാസ്ത്രം ഒരു പരിധിവരെ സഹായിക്കുമെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഞാനും നിങ്ങളും കഴിയുന്നതെന്ന് ഓർത്തുകൊള്ളണം. എത്രയോ സാധുക്കളായ ആളുകൾക്ക് ഭവനം നഷ്ടപ്പെട്ടു. എത്രയോ നിരപരാധികളായിട്ടുള്ള ആളുകൾ, സാധുക്കൾ, അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നമ്മളാവോളം പ്രവർത്തിക്കുവാൻ കഴിയണമെന്ന് ഓർപ്പിക്കട്ടെ. ഓഖി ദുരന്തത്തിൽ കഷ്ടപ്പെട്ട അനേക ദുരന്തത്തിൻ്റെ മുഖത്ത് നിന്ന അനേകരുണ്ട്. കൊല്ലം കടലിൻ്റെ മക്കളാണ് ഇതിലും നമ്മളെ സഹായിക്കുവാനായിട്ട് മധ്യ തിരുവിതാംകൂറിലേക്ക് ഓടിയെത്തിയിരിക്കുന്നത്. അവരുടെ വള്ളവും അവരുടെ ബോട്ടുമായി പ്രകൃതിയുടെ ഈ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനുള്ള അവരുടെ ആത്മാർത്ഥതയും സ്നേഹവും എത്ര അവരെ പ്രശംസിച്ചാലും മതിയാകുന്നില്ല. ദൈവം അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് വളരെ വ്യക്തമായി പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ വചനം കേൾക്കുന്ന ആളുകൾ നമ്മൾക്ക് ഇതിന് ഒരു മാനസികമായി നമുക്കുള്ള കഴിവുകൾ, നമ്മൾക്കുള്ളതിനെ മറ്റുള്ളവർക്ക് നൽകപ്പെടട്ടെ എന്ന് അവിടെ വന്ന് സ്നാനമേൽക്കാൻ വന്നവരോട് യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്. അതിനുശേഷം 12-ാം വാക്യം മുതൽ യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ വരുന്നവരെ പറ്റി പറയുന്നു. 12-ാം വാക്യത്തിൽ ചുങ്കക്കാരും സ്നാനമേൽപ്പാൻ വന്നു. ഗുരു, ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് അവരോട് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികമൊന്നും പിരിക്കരുത് എന്ന് അവൻ പറഞ്ഞു. പടജനവും അവരോട് ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചതിന് ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതിയെന്ന് വയ്പ്പീൻ എന്ന് അവരോട് പറഞ്ഞു. ഇത് ജനം കാത്തുനിന്നു. അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെക്കുറിച്ച് വിചാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ ഉപദേശം യേശുവിന് മുമ്പായി പറയുമ്പോഴാണ് ഇവനാണോ യേശുക്രിസ്തു എന്നുള്ളൊരു ചിന്ത. യോഹന്നാൻ സ്നാപകൻ ഒരിക്കലും യേശുക്രിസ്തു ആകാനായിട്ട് ശ്രമിച്ചില്ല. അത് നീതി ചെയ്യാത്തവരോട്, കഠിനമായി കാര്യങ്ങൾ ചെയ്യുന്നവരോട്, ആർഭാട ജീവിതം നയിക്കുന്നവരോട് നമ്മളെല്ലാം അങ്ങനെയൊരു മനോഭാവം നമ്മൾക്കുണ്ടാകുവാനായിട്ട് സാധിക്കണം. ആ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട്, തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവന് വീശുമുറം കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർകെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചതുകൊണ്ട്
ജനത്തോട് സുവിശേഷം അറിയിച്ചു. എന്നാൽ ഇടപ്രഭുവായ ഹെരോദാവ് സഹോദരൻ്റെ ഭാര്യ ഹെരോദ്യ നിമിത്തവും ഹെരോദാവ് ചെയ്ത സകല ദോഷങ്ങൾ നിമിത്തവും യോഹന്നാൻ അവനെ ആക്ഷേപിക്കുകയാൽ അതെല്ലാം ചെയ്തത് കൂടാതെ അവനെ തടവിലാക്കുകയും ചെയ്തു. ജനമെല്ലാം സ്നാനമേൽക്കുകയും യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശുവിൻ്റെ സ്നാനം, യേശു മനുഷ്യനാണെന്ന്, മനുഷ്യനായ ദൈവമാണെന്ന് മനസ്സിലാക്കുവാൻ, നമ്മളോട് അനുരൂപപ്പെടുവാൻ യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിനുള്ള സ്നാനമാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ് കർത്താവ് ചെയ്യുന്നത്. നമ്മളുടെ ഈ മാമോദീസായിൽ യേശു കർത്താവിനെ വഹിച്ചുകൊണ്ട്, ക്രൂശീകരണത്തിനായിട്ടുള്ള ഒരുക്കം ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ലഭിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ്റെ ആ താഴ്മയും വിനയവും, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ യോഗ്യനല്ല, അവൻ യേശുവാണോ എന്ന കാര്യങ്ങൾ ആളുകൾ ചിന്തിച്ച് അവൻ്റെ ജീവിതവും അവൻ്റെ ശൈലിയും ഒക്കെ യേശുവിൻ്റെ ശൈലിയായിരുന്നു. നമ്മുടെ ജീവിതശൈലി യേശുവിൻ്റെ ജീവിതശൈലിയായി മാറട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, യോഹന്നാൻ സ്നാപകനിലൂടെ യേശു കർത്താവിൻ്റെ സുവിശേഷം ലോകത്തിന് കൊടുത്തപ്പോൾ, കർത്താവേ, ആ മാനസാന്തര സ്നാനത്തിൽ, ലോകത്തോട് അനുരൂപപ്പെടുത്തുന്ന സ്നാനത്തിൽ സ്വർഗം തുറന്നതുപോലെ കർത്താവേ, ഞങ്ങളെല്ലാവരും മാമോദീസ ഏറ്റവരാണ്. ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും എങ്കിൽ മാത്രമേ ഞങ്ങൾ സ്നാനപ്പെടുകയുള്ളല്ലോ. ആ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടുമുള്ള സ്നാനത്താൽ ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവരും ബലപ്പെടട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.